ഹലോ മക്കളെ. അപ്പം ഞാൻ ഡീമൺ സ്ലെയർ കണ്ടു. ഇന്നലെ ഐമാക്സിലാണ് കണ്ടത്. സെൻട്രൽ സ്ക്വയർ മാളിൽ വലിയ സ്ക്രീനിൽ. ഇങ്ങനൊരു ആനിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ആനിമ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ കാണാൻ പറ്റുന്നു, ഈ അടുത്തൊന്നും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ. ആനിമ കാണുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. ഡീമൺ സ്ലെയർ ഫോളോ ചെയ്യണ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ഞാൻ ഇതിനു മുന്നേ ആനിമ ഒരു മൂവിക്ക് പോയുള്ളത് വെദറിങ് വിത്ത് ആണ്. അത് പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അത് ആർക്കും അറിയണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഒരു ആനിമെ തിയേറ്ററിൽ കാണണം എന്നുള്ളത് കൊണ്ട് പോയതാ. അത് പക്ഷേ അതിന്റെ മൂഡേ ടോട്ടലി വേറെയാണ്. ഇതുപോലെയല്ല, ഡീമൺ സ്ലെയർ പോലെയല്ല. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതിന്റെ BGM. ഫൈറ്റിന്റെ ഇടയിൽ BGM ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് എന്താ, പെർഫെക്റ്റ് ആണ്. നമ്മൾ മാംഗോ വായിച്ച ഈ മ്യൂസിക് കിട്ടില്ല. നമുക്ക് മാംഗോ വായിച്ച കളറും ഉണ്ടാവില്ല. ഇവരെ ആനിമേഷൻ ഒന്നും പറയാല്ല, അടിപൊളിയാണ്. ഡീമൺ സ്ലെയർ സ്റ്റോറി കുറച്ച് ഓവർ ഹൈപ്പഡ് ആണെങ്കിലും അതെൻ്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും മറ്റേ ആനിമേഷനും പിന്നെ മ്യൂസിക്കും ഇവരെന്ത് സാധനം ചെയ്ത് വെച്ചേക്കണ് എനിക്കറിയില്ല ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആനിമ കാണാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളത് പോയി കാണണം എന്തായാലും. പെട്ടെന്നൊന്നും പോയിട്ട് ഈ സംഭവം കാണരുത്. മീൻസ് കുറെ ആൾക്കാർ ഈ പടത്തിന് കയറുന്നുണ്ട്, അപ്പം നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവരുത്. ഇത് ഡീമൺ സ്ലെയറിൻ്റെ ലാസ്റ്റത്തെ മൂവിയാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്ററിൻ്റെ മൂവിയാണ്. ഇതിന് മുന്നേ ഒരു മൂവി ഉണ്ട്, മ്യൂഗൻ ട്രെയിൻ. മ്യൂഗൻ ട്രെയിനും അടിപൊളി മൂവിയാണ്. മ്യൂഗൻ ട്രെയിൻ പക്ഷേ ഞാൻ തിയേറ്ററിലൊന്നല്ല കണ്ടേക്കുന്നത്. മ്യൂഗൻ ട്രെയിൻ തിയേറ്ററിൽ കാണാൻ പറ്റിയ സന്തോഷം. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ഇത്രയും വേഗം ഞാനൊരു ആനിമ മൂവി ഇങ്ങനെ ക്രൗഡിൻ്റെ ഒപ്പം ഇരുന്ന് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. അത് എനിക്കെന്തായാലും പറയാല്ല, എനിക്ക് വേർഡ്സ് കിട്ടില്ലേ പറയാം, അത്ര സന്തോഷമുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആനിമ കാണാൻ തുടങ്ങിയത് ചെറുപ്പം തൊട്ട് ഞാൻ കാണും. ഇപ്പം പണ്ടത്തെ ആനിമേസ് പറഞ്ഞാൽ യു യു അക്കുഷോ, പിന്നെ ഏതാ റാൻ മഹാഫ്, പിന്നെ ഇവാഞ്ചലിയോൺ, നിയോൺ ജെൻസിസ് ഇവാഞ്ചലിയോൺ, പിന്നെ അങ്ങനെ കുറേ ആനിമേഷൻ ഉണ്ട്. ഡ്രാഗൺ ബോളൊക്കെ ചെറുപ്പത്തിൽ തൊട്ട് കണ്ടാണ്. ഗോക്കൊക്കെ ചെറുപ്പത്തിൽ ഇത്ര ഉള്ള തൊട്ട് കണ്ടിടണ്ട. അങ്ങനെ കുറെ അനിമേഷൻ, പോക്കിമോൺ, ഡിജിമോൺ, വേബ്ലൈഡ്, അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ല. നമ്മൾ കാർട്ടൂൺ നെറ്റ്വർക്കിലൊക്കെ കണ്ടിടണ്ട, ഇതൊക്കെ കണ്ടിടന്നാണ്. പക്ഷെ ഞാൻ വലുതാകുമ്പോഴും ഞാൻ ഇതൊക്കെ ആനിമ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത് വലുതായി കഴിഞ്ഞിട്ട് ഒരു +2 ലെവലൊക്കെ എത്തുമ്പോഴാണ് മനസ്സിലാണ്, ഇത് വേറൊരു ജോണറാണ്, കാർട്ടൂൺ അല്ല ഇത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാവരും എന്നെ കളിയാക്കും, എന്താ ഏത് നേരവും ഈ കാർട്ടൂൺ കാണുകയാണ്, അതാണ് ഇതാണെന്ന് പറയുന്നിട്ട്. പക്ഷെ ഇത് കാർട്ടൂൺ അല്ല. ഇതിൽ നമ്മൾ കണക്ട് ചെയ്യണ കുറേ എലമെന്റ്സ് ഉണ്ട്. ഒരു മൂവിയിൽ കാണിക്കാൻ പറ്റാത്ത കോൺസെപ്റ്റ്സ് ആനിമേഴ്സിൽ കാണിക്കാൻ പറ്റും. അതാണ് ആനിമേഴ്സിന്റെ പ്രത്യേകത. ഇമാജിനേഷൻ അൺലിമിറ്റഡ് ആണ്, കാരണം വരയ്ക്കണതല്ലോ. ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോഴും +2 ഒക്കെ ആയപ്പോൾ കുറച്ച് കാലം ഞാൻ ഇങ്ങനെ എല്ലാവരും പറയണ കേട്ട് ഇതൊക്കെ നിർത്തിയതാണ്. പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് നറൂട്ടോ എന്നാണ് ഞാൻ റെസ്യൂം ചെയ്യണത്. പിന്നെ ഡെത്ത് നോട്ട്, പിന്നെ അങ്ങോട്ട് കുറേ ആനിമ കണ്ടിട്ടുണ്ട്. 10, 300, 400 ആനിമ കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. പണ്ടൊരു ആപ്പ് ഉണ്ടായിരുന്നു, മൈ ആനിമ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കണ്ട ആനിമേസ് ഒക്കെ അതിൽ ആഡ് ചെയ്തിടും. ഞാൻ ആരെയും റെക്കമെൻഡേഷൻ ചോദിക്കുമ്പോൾ ആ ആപ്പ് എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ നല്ല നോക്കിയിട്ട് എടുക്കുക. അങ്ങനെ കുറേ ആനിമേസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ കയറിയപ്പോഴും +2-ലാണെങ്കിലും ഇപ്പം ഞാനൊക്കെ ഇത് കാണുമ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, നീ ഇപ്പോഴും കാർട്ടൂൺ കണ്ട് നടക്കണോ, നിനക്കെന്താ ഇത് ചെറിയ പിള്ളേർ കാണുന്നതല്ലേ. നമ്മളിങ്ങനെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ കോളേജിലൊക്കെ പിന്നെയും കുഴപ്പമില്ല. കോളേജിലൊക്കെ പിന്നെ ഞാൻ 1, 2 പേരോടൊക്കെ ഇത് വൺ പഞ്ച് മാൻ ആണ്, പിന്നെ ഏതാ ബ്ലാക്ക് ക്ലോവർ ആണ്, അത് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ മെല്ലെ മെല്ലെ ലാസ്റ്റ് ഞാൻ വൺ പീസിലേക്ക് എത്തിക്കും. കാരണം വൺ പീസ് ഫസ്റ്റ് തന്നെ കൊടുത്താലും കാണില്ല. 1000 എപ്പിസോഡാണ്, ഭയങ്കര ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് 1000 എപ്പിസോഡൊക്കെ ഫും പറഞ്ഞിട്ട് കാണും. അപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 300 എപ്പിസോഡിലൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് അറിയില്ല ശരിക്കും 1000 എപ്പിസോഡ് എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളത്. പക്ഷേ എന്നാലും ഞാൻ ഒരു 100 എപ്പിസോഡ് 200 എപ്പിസോഡ് ഇറങ്ങുമ്പോൾ അടുപ്പിച്ചിരുന്ന് കാണുക ചെയ്യാറ് കേട്ടോ. ഇപ്പോഴും അതെ, ഇപ്പോൾ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട് 1144, അത് അടിപൊളി എപ്പിസോഡാന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു 100 എപ്പിസോഡ് അടുപ്പിച്ചായി, പിന്നെ അതിരുന്ന് കാണണം. അങ്ങനെ അപ്പം പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അങ്ങനെ ഒരു സിറ്റുവേഷന്ന് ആനിമെ തിയേറ്ററിൽ ഫുൾ ഷോസ് കളിക്കണ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ഒരു എന്താ, നമ്മൾ അതിൽ ജഡ്ജ് ചെയ്യില്ല എന്നപ്പോൾ ഇപ്പം ഇത് നോർമലൈസ് ആയ പോലെയായി. അത് തന്നെ ഭയങ്കര വലിയ കാര്യം. അതിനിപ്പോൾ
ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവരാണ് മെയിനായിട്ട് ഇത് കാണുന്നതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അവർക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട് ഇത് മെയിൻ സ്ട്രീം ആക്കാൻ ഹെൽപ്പ് ചെയ്തതിനും പിന്നെ ഇതിൻ്റെ വെറുത്ത് മനസ്സിലാക്കിയാനും. പിന്നെ കൊറോണ ടൈമിലാണ് ഇത് മെയിനായിട്ട് കയറി വന്നത്. അങ്ങനെ അതാണ് അവസ്ഥകൾ. കാർട്ടൂണല്ല, ആനിമയാണ്. ആനിമ വ്യത്യാസമുണ്ട്. നിങ്ങളൊന്നും കണ്ടിട്ടുള്ള ബ്ലഡ് ഇപ്പം മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. മാർക്കോലൊക്കെ ഞാൻ കണ്ടപ്പോൾ ഇത് കുഴപ്പമില്ല എന്നുള്ള സംഭവമുള്ളോ. മീൻസ് ഇതിലും മേലക്കുള്ളത് ഞാൻ ആനിമേസിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹോളിവുഡ് മൂവീസിലും ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ ആനിമേസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോക്കിയോ ഗോൾ എന്ന് പറഞ്ഞിട്ട് ആനിമ ഉണ്ട്, അത് നിങ്ങൾ കണ്ടോക്ക്. അതിലുള്ള സാധനമൊന്നും നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ വേറെ ഒരെണ്ണുണ്ട്, എനിക്കത് ഓർമ്മയില്ല പേര്, ഒരു പെങ്കൊച്ചിൻ്റെ. അങ്ങനെ കുറേ ആനിമേസ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെ ആനിമേഷനെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കേൾക്കാട്ടോ. അങ്ങനെ പത്രമുള്ള അതിനെ പറ്റി പറയാൻ. ഡീമൺ സ്ലെയർ കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് 2-3 സീസണുള്ളൂ. പടം ഇപ്പം പെട്ടെന്ന് മാറിപ്പോന്ന് തോന്നണില്ല. കാരണം എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ആഴ്ച എന്നോട് വിളിച്ചിട്ട് പറഞ്ഞതാണ് നമുക്ക് പോകാമെന്ന്. പക്ഷെ എനിക്ക് കുറച്ച് സിറ്റുവേഷൻസ് കാരണം പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു പടം മാറിപ്പോകുന്നില്ല, സിറ്റുവേഷൻ അങ്ങനെയാണ്. എല്ലാവർക്കും ജാപ്പനീസ് സബ് തന്നെയാണ് എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡ് കേട്ടാ. ഇവിടെ ഞാൻ ബുക്കിങ്ങിന് വന്നപ്പോൾ ഒരു തിയേറ്ററിൽ മാത്രമേ ഇംഗ്ലീഷ് ഡബ് ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ സബ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞ് അവൻ ഡബ്ബ കണ്ടിരുന്നത്. ഞാൻ നമുക്ക് സബ് കാണുമ്പോൾ സബ്ബെല്ലാം അടിപൊളി എന്ന് പറഞ്ഞു. ഡബ്ബിൽ എന്ന് പറഞ്ഞാൽ ചില ഡയലോഗ്സ് മൊത്തമായിട്ട് മാറിപ്പോകും, അത് തന്നെ ഡബ്ബ് കാണാത്തത്. പിന്നെ എനിക്ക് ആ വോയിസ് ആക്ടേഴ്സിൻ്റെ ഒറിജിനൽ വോയിസ് ആക്ടേഴ്സിൻ്റെ ഇമോഷൻ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. കുറേ അനിമ കണ്ടോണ്ടാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല. എനിക്ക് ജാപ്പനീസ് കാണാൻ തന്നെ ഇഷ്ടം, ഞാൻ ജാപ്പനീസ് കണ്ടിട്ടുള്ളത് തന്നെ. പിന്നെ എന്താ, എനിക്കെന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും ആനിമേസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആനിമേസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ പുതിയ ആനിമ തപ്പിക്കൊണ്ടിരിക്കുക. കാരണം എനിക്ക് മെയിനായിട്ട് ഇഷ്ടം ഈ സെക്കായി ജോണറില്ല. സെക്കായി എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡിൽ നിന്ന് വേറെ വേൾഡിലേക്ക് പോകേണ്ട സെറ്റപ്പ്. ആ ജോണറിൽ ഓവർ പവേർഡ് ആയിട്ടുള്ള മെയിൻ ക്യാരക്ടറിൻ്റെ ആനിമേസ്, അങ്ങനത്തെ എല്ലാ ആനിമേസും നിങ്ങൾക്ക് അറിയുക. ഇതിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉപകാരമായിരിക്കും. എനിക്ക് ആനിമ കാണാം, ഞാനത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് റിവ്യൂ ഇടുകയും ചെയ്യാം. അങ്ങനെ ഞാൻ കാണുന്ന ആനിമേസൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടോ ഇടാം. വേറെ എന്തെങ്കിലും ആനിമേസിനെ പറ്റി ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്കത് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊക്കെ എല്ലാവർക്കും അറിയാലോ.